അവിടുന്ന് നേരെ നമ്മൾ ഡെലിവറി നടക്കുന്ന റൂമിലേക്ക് പോയി. സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ട്യൂബ് ഇടുക എന്ന് പറയുന്നത് നല്ല വേദന ഉണ്ടായിന് കയറി പോകുമ്പം. അപ്പോൾ ആ ഒരു വേദനയ്ക്ക് ഞാൻ നല്ല രീതിയിൽ പെയിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എല്ലാവരും സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? ഇപ്പം കുറച്ച് ദിവസമായി നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോനെ കുറിച്ച് പറയാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു PV ചെയ്തൊരു വീഡിയോ, അതിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. യൂറിൻ ബാഗ് ഡെലിവറി സമയത്ത് ഇടുന്നതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് പെയിൻഫുൾ ആയിരിക്കുമോ എന്നുള്ളത്. ആക്ച്വലി യൂറിൻ ബാഗ് ആണോ, യൂറിൻ ട്യൂബ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായത്. യൂറിൻ ട്യൂബ് ഇടുന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പെയിൻഫുൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം യൂറിൻ ട്യൂബ് തന്നെയാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമുക്ക് പെയിന് ഇൻഡ്യൂസ് ചെയ്യാൻ ഇടുന്ന ട്യൂബ് ഉണ്ടല്ലോ, അതാണോ ചോദിച്ചതെന്ന് എനിക്ക് ക്ലിയർ ഇല്ല. അപ്പം ഞാൻ കരുതി എന്നാൽ രണ്ടിനെ കുറിച്ചിട്ടും വീഡിയോ ചെയ്യാം. ഇപ്പം ആൾക്കാർക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും അതിനെക്കുറിച്ച് അറിയാമല്ലോ. ഇപ്പം ഡെലിവറി ഒക്കെ അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ രണ്ടിനെ കുറിച്ചിട്ടും അറിയാമല്ലോ. ഈ ഒരു വീഡിയോ ഡെലിവറി അടുത്ത് നിൽക്കുന്നവരെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ കൺവേ ചെയ്യുന്നത്. അപ്പോഴത് കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ചിട്ട് മുൻകൂട്ടി അറിയാൻ പറ്റുമല്ലോ. കാരണം ഞാൻ ആ സമയത്ത് ഡെലിവറി എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വന്നിട്ട് നമുക്ക് ട്യൂബ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്താണത് എന്നുള്ളതിനൊക്കെ. അപ്പം നമുക്ക് കുറച്ച് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ആദ്യം ഈ ട്യൂബ് ഇടുന്നത് എന്താണെന്ന് പറയാം. ഈ ട്യൂബ് ഇടുന്നത് ശരിക്കും നമുക്കിപ്പം പെയിനൊന്നും വന്നിട്ടില്ല, ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ഡെലിവറി നടത്തുന്നതെങ്കിൽ, അതായത് ഡെലിവറി നടത്തണം, അപ്പം പെയിന് വരാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് C-സെക്ഷനിലോട്ടേക്ക് പോവില്ല. ഞാനൊക്കെ ആദ്യം ഇങ്ങനെയാണ് കരുതിയിട്ടുണ്ടായി, നമുക്ക് വേദന വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ നമുക്ക് നോർമൽ ഡെലിവറി നടക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് C-സെക്ഷൻ ചെയ്ത് കളയുന്നു. അപ്പോഴങ്ങനെയെങ്കിൽ ഇപ്പം അങ്ങനെ ആരും ചിന്തിക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സ് പല മെത്തേഡ്സ് നമുക്ക് ട്രൈ ചെയ്യും. ഡ്രിപ്പ് കയറ്റിയിട്ടാണെങ്കിലും, ടാബ്ലറ്റ് വെച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെ ട്യൂബ് ഇട്ടിട്ടാണെങ്കിലും പെയിൻ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ ശ്രമിക്കും. ഏത് തരത്തിലും നോർമൽ ഡെലിവറിക്കുള്ള ഒരു പെയിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ C-സെക്ഷനിലോട്ടേക്ക് പോകൂ. അപ്പോൾ എനിക്ക് ഇതുപോലെ ആദ്യം പെയിന് വരാത്തത് കൊണ്ട് തന്നെ, അതായത് പെയിന് വരുന്നതിനേക്കാളെല്ലാം മുമ്പേ ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ പറയാം. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആർട്ടിഫിഷ്യലി, ഞാൻ പറഞ്ഞല്ലോ, ആർട്ടിഫിഷ്യലി പെയിൻ കൊടുത്തിട്ട് നമ്മുടെ സെർവിക്സിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്ററോളം ഈ ഒരു സെർവിക്സ് ഓപ്പൺ ആയിട്ട് വരണം. അപ്പോൾ ഈ ഒരു ട്യൂബ് ഇട്ടു എന്ന് കരുതിയിട്ട് 10 സെൻറ്റിമീറ്ററും ഓപ്പൺ ആവാൻ പോകുന്നില്ല. ഒരു 2-3 സെൻറ്റിമീറ്റർ ആകുമ്പോഴേക്ക് തന്നെ ഈ ഒരു ട്യൂബ് ഇളകി വരും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഓക്കെ 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററിൽ ഡൈലേറ്റ് ആയിട്ടുണ്ട് സെർവിക്സ്. അപ്പോൾ നമുക്ക് ലേബർ റൂമിലേക്ക് പോകാവുന്നതാണ്. അവിടുന്ന് പിന്നെ അവർ നോക്കും, ഈ ഒരു 10 സെൻറ്റിമീറ്ററിലോട്ടേക്ക് എത്തണമല്ലോ. അപ്പോൾ അവർ ട്രിപ്പ് ഇട്ടിട്ടും നമുക്ക് ടാബ്ലറ്റ് തന്നിട്ടും ഒക്കെ പിന്നെയും പെയിൻ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ നോക്കും. അതിലും ഇൻഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ C-സെക്ഷനിലേക്ക് ഡോക്ടേഴ്സ് നോക്കൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററിൽ ഈ ട്യൂബ് വീണ് കഴിഞ്ഞിട്ടാകുമ്പം നമ്മളത് നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നേരെ ലേബർ റൂമിലേക്ക് പോകണം. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതാണ് ഈ ഒരു ട്യൂബ് ഇടലി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ട്യൂബായിരിക്കും, അതിൻ്റെ അറ്റത്തൊരു ബലൂൺ ടൈപ്പ് ഉണ്ടാവും, അത് നമ്മുടെ വെജൈനയിൽ സെർവിക്സിലേക്ക് വെച്ചു ആ സെർവിക്സ് ഓപ്പൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലി സെർവിക്സിനെ ഡൈലേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ. ഇതിലിനിപ്പോൾ വേദന ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓരോരാളുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ ഓരോരാളുടെ പെയിന് സഹിക്കാൻ പറ്റുന്ന ഒരു സഹനശക്തി ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് അവർക്കത് പെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അവർക്ക് വലിയതായിട്ടുള്ള രീതിയിൽ പെയിനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓരോരാളൊരു ടൈപ്പ്, പിന്നെ ഓരോ ഡോക്ടേഴ്സ് ആ ഒരു ടൈം ട്യൂബ് ഇടുന്നത്, ഞാൻ ഈ PVയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് സ്ട്രെസ് ചെയ്ത് വെക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു കളി ഉണ്ടാവുമായിരിക്കും ഈ ഒരു പെയിന് വരുന്നതും വരാത്തതും തമ്മിൽ. അപ്പം ഇനി എൻ്റെ എക്സ്പീരിയൻസിലോട്ടേക്ക് ഞാൻ പറയാം. ഞാൻ അഡ്മിറ്റ് ആയ ദിവസമല്ലായിരുന്നു, അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് എനിക്ക് ട്യൂബ് ഇട്ടത്. അപ്പോൾ ട്യൂബ് ഇടാൻ വേണ്ടി ഡോക്ടർ രാവിലെ വന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ലേബർ റൂമിലോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേഴ്സ് വന്നു. ഒരു 1 മണി 1:30 ആയപ്പോഴും നമ്മൾ ലേബർ റൂമിലോട്ടേക്ക് പോയി. എൻ്റെ കൂടെ വന്നത് ഏട്ടനും അമ്മമ്മയായിരുന്നു. ഏട്ടൻ്റെ അമ്മമ്മയും കൂടിയിട്ടാണ് വന്നത്.
അമ്മ റൂമിൽ ഒരാൾ ഇരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ റൂമിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ നടന്ന് വീൽ ചെയറൊന്നും പറഞ്ഞിട്ടില്ലേ, നടന്നിട്ടായിരുന്നു പോയത്. ലേബർ റൂമിലേക്ക് പോയി, ഏട്ടനും അമ്മമ്മയും പുറത്ത് നിന്നു, ഞാൻ നേരെ ഉള്ളിലേക്ക് കയറി. അപ്പം നേഴ്സുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ പാൻറ്റീസും പാൻസും ഒക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞു. ഞാനൊരു ഫ്രോക്ക് കുർത്തിയാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോഴൊക്കെ ഞാനും ശരിക്കും ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് ഈ കുളിക്കുന്നതും ലേബർ റൂമിലോട്ടേക്ക് പോകുന്നതും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും. നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് പേടിയുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് കഴിയാനായിരിക്കുമല്ലേ ചിന്തിക്കുക. ഞാനൊക്കെ അങ്ങനെയാണ്. നമുക്കിപ്പം ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണല്ലേ. അപ്പം ഞാൻ കരുതുന്നത് അതൊന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ അടിച്ചാൽ ഇരിക്കുന്നത് അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ. പക്ഷെ എനിക്കിവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് സമയം. അപ്പോഴും ഞാൻ കരുതുന്നത് അയ്യോ ഈ ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വരുന്ന ആ ഒരു ടൈമിലേക്ക് എനിക്ക് തിരിച്ചു പോകാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. എൻ്റെ അടുത്ത് നേരെ ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഡോക്ടർ നേരെ ലേബർ റൂമിലേക്കാണ് വന്നത്. ഞാൻ കിടന്നിട്ടുണ്ടായത് നമ്മളെ ഡെലിവറിക്ക് മുന്നേ പെയിന് വരാൻ വേണ്ടിയിട്ട്, പെയിന് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കിടത്തുമല്ലോ, ആ ഒരു റൂമിലാണ് ഉണ്ടായത്. അവിടുന്ന് നേരെ നമ്മൾ ഡെലിവറി നടക്കുന്ന റൂമിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഞാൻ കരുതി അയ്യോ ഇതല്ലേ ഇനി വന്ന് പ്രസവിക്കേണ്ട സ്ഥലം ഇതല്ലേ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് ആ ഒരു ബെഡിൽ കിടക്കാൻ പറഞ്ഞു, കയറി കിടക്കാൻ പറഞ്ഞു. അതിൽ കിടന്നു. നമ്മൾ PVക്കൊക്കെ കിടക്കുന്നത് പോലെ തന്നെ മലർന്ന് കിടന്നിട്ട് കാല് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കിടക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇപ്പം നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാണ് വെജിനേരിയ പോകുന്നതെങ്കിലും അവിടുന്ന് സിസ്റ്റേഴ്സ് നമുക്ക് ഷേവ് ചെയ്ത് തരും. അത് ഇപ്പം എനിക്കങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ഹോസ്പിറ്റലും അത് അവൈലബിൾ ആണോ എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് അവിടുത്തെ ഒരു നേഴ്സായിരുന്നു അത് ചെയ്തു തന്നത്. അത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഡെലിവറിക്ക് മുന്നേ നമ്മൾ ട്യൂബ് ഇടുവോ അല്ലെങ്കിൽ ഡെലിവറിക്ക് മുന്നേ നമുക്കത് ചെയ്തു തരും നേഴ്സസ്. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു നേഴ്സ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ വന്നു, ഈ ട്യൂബ് ഇട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ട്യൂബ് ഇടുക എന്ന് പറയുന്നത് നല്ല വേദന ഉണ്ടായിന്. നല്ല വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഇപ്പം ഡെലിവറി വെച്ച് നോക്കുമ്പോൾ അത്ര വേദനയൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളിലേക്ക് ഒരു ട്യൂബ് ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്ത് നമുക്കൊരു വേദന അനുഭവിക്കുമല്ലോ, ഒരു സാധനം നമ്മുടെ വെജൈനയിലൂടെ ഉള്ളിലേക്ക് കയറി പോകുമ്പം. അപ്പോൾ ആ ഒരു വേദനയ്ക്ക് ഞാൻ നല്ല രീതിയിൽ പെയിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ഞാനൊരു PVയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ PV ചെയ്യുന്ന സമയത്ത് കൂളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന്. എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ നല്ല ടെൻഷനിലുണ്ടായത്. ഒന്നാമത് ആ ലേബർ റൂം ആ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം ഞാൻ സ്ട്രെസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ കാലിന് പ്രഷർ കൊടുത്തിട്ടുണ്ടാവാം. അതൊന്നും എനിക്കിപ്പം ആ ഒരു സമയം നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു ടൈം നല്ല പെയിന് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂബ് ഇട്ട് കഴിഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ട്യൂബ് ഇട്ടതിന് ശേഷം നേഴ്സ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നിപ്പം നോക്കുക പെയിന് കൂടിയിട്ട് ബ്ലഡ് പോലെ എന്തെങ്കിലും നല്ലോണമായിട്ട് കുറച്ചായിട്ട് ബ്ലഡ് നമ്മൾ ട്യൂബ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ താഴോട്ടായിട്ട് നമ്മളെ കാലിൻ്റെ നടുക്കായിട്ട് ഒരു ഗ്ലൗസ് പോലത്തെ സാധനം ഇങ്ങനെ തൂങ്ങുന്നുണ്ടാവും ഗ്ലൗസിൽ. അപ്പോൾ അതിൽ കുറച്ച് ബ്ലഡ് ഉണ്ടാകും. അത് കാര്യമാക്കണ്ട. അതല്ലാതെ നല്ലോണം നിർത്താതെ ബ്ലീഡിങ് പോലെ വരുന്നുണ്ടെങ്കിൽ നഴ്സിംഗ് യൂണിറ്റിൽ പറഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് വരണം. അല്ലെങ്കിൽ ഈ ഒരു ട്യൂബ് വീഴുന്നത് എപ്പോഴാണോ നമുക്ക് 2 സെൻറ്റിമീറ്ററോളം ഡൈലേറ്റ് ആയി കഴിഞ്ഞാൽ ട്യൂബ് ഓട്ടോമാറ്റിക്കലി വീഴും. അപ്പം അങ്ങനെ ട്യൂബ് വീണിട്ടാകുമ്പം നഴ്സുമാരോട് പറഞ്ഞിട്ട് ലേബർ റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഇല്ലയെന്നുണ്ടെങ്കിൽ അതായത് ഇന്ന് ഉച്ചക്കാണ് ട്യൂബ് ഇട്ടത്, അപ്പോൾ ട്യൂബ് വീഴുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ രാവിലെ 6:30 ആകുമ്പോഴേക്ക് ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ട്യൂബ് ഇട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം അവിടെ കിടക്കാൻ പറഞ്ഞു. ആദ്യം നമ്മൾ പോയപ്പാട് കിടന്നില്ലേ, ഡെലിവറിക്ക് മുന്നേ കിടക്കുന്ന സ്ഥലം, ആ റൂമിലേക്ക് മാറ്റി പോകാൻ പറഞ്ഞു. നടന്നിട്ട് തന്നെയാണേ പോകുന്നത്. അവിടെ കിടക്കാൻ പറഞ്ഞു. കിടന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ അടുത്ത് ഇപ്പം ട്യൂബ് ഇട്ടിട്ടും നമുക്ക് നോർമൽ ഡെലിവറി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിസേറിയൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സൈൻ ചെയ്യിച്ചെന്ന് തോന്നും. അമ്മമ്മയും ഏട്ടനും പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നത് ഞാൻ വന്ന ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സൈനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീൽ ചെയർ കൊണ്ടുവന്നു. എന്നെ വീൽ ചെയറിലാണ് റൂമിലേക്ക് വന്നത്. അപ്പോഴാണ് പെയിൻ ഇട്ടപ്പോൾ തൊട്ടിട്ട് ട്യൂബ് ഇട്ടപ്പോൾ തൊട്ടിട്ട് എനിക്ക് നല്ല പെയിന്, അതൊക്കെ നല്ല പെയിന്, ഭീകരമായ പെയിൻ ഒന്നുമല്ല, ഒരു കോൺട്രാക്ഷൻ പോലെ പെയിന് വരാൻ തുടങ്ങി. നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ പെയിന് വന്ന് പോയി അങ്ങനെ ഒരു പെയിൻ ഉണ്ടാവില്ലേ, അതുപോലെ കുറച്ച് സമയത്തേക്ക് കൊളത്തി പിടിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പെയിനായിരുന്നു വന്നിട്ടുണ്ടായത്. പിന്നെ അത് കുറയും. പിന്നെ കുറച്ച് സമയത്തേക്ക് പെയിനൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെ വരാൻ തുടങ്ങി. എനിക്ക് അപ്പം തൊട്ടിട്ട് ട്യൂബ് ഇട്ടപ്പം തൊട്ടിട്ട് ഈ ഒരു പെയിൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ചു.
അപ്പോഴും ഈ ഒരു പെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡെലിവറിയിലോട്ടേക്ക് പോകുന്നില്ല, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ പറയാം. ഇതായിരുന്നു എൻ്റെ ഒരു ട്യൂബ് ഇട്ട സമയത്തുള്ളൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് ട്യൂബ് ഇട്ടതിനെ കൊണ്ട് നമുക്ക് ബാത്റൂമിൽ പോകാനോ കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു ബലൂണ് പോലത്തെ സാധനം നമ്മളെ കാലിൻ്റെ അടുക്ക തൂങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ ഒന്ന് നമ്മൾ പ്രോപ്പറായിട്ട് പിടിച്ചിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്യാൻ പോകുന്നതിനും കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ട്യൂബ് ഇട്ടതിനുണ്ട്. പിന്നെ ഓരോരാൾ ഇതൊരനുസരിച്ച് കോൺട്രാക്ഷൻ വരുന്നതനുസരിച്ച് പെയിന് വന്നുകൊണ്ടേയിരിക്കും, അതാണ്. പിന്നെ അധികം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഡെലിവറിനെ കുറിച്ച് പറയുന്നില്ല. ഇതാണ് ഈ ഒരു ട്യൂബ് ഇട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ ട്യൂബ് ഇട്ട സമയത്തുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പം അടുത്തൊരു കമൻറ്റ് ഞാൻ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടായത് ഒരു യൂറിൻ ട്യൂബിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ യൂറിൻ ട്യൂബ് ഇടുമ്പോൾ വേദന ഉണ്ടാവുമോ ചോദിക്കാൻ എനിക്കറിയില്ല. ആ കമൻറ്റ് ഇട്ട കുട്ടി ഈ ഒരു പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ട്യൂബാണോ ഉദ്ദേശിച്ചതെന്ന് എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ യൂറിൻ ട്യൂബിനെ കുറിച്ചിട്ടും പറയാം. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാവർക്കും എൻ്റെ ഒരു അറിവിൽ എല്ലാവർക്കും യൂറിൻ ട്യൂബ് ഇടൂല. സി സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് യൂറിൻ ട്യൂബ് ഇട്ട് യൂറിൻ ആ ഒരു ബാഗിലേക്ക് കളക്ട് ചെയ്യുന്നത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് യൂറിനൊക്കെ നടന്ന് പോയിട്ട് തന്നെ അവർ യൂറിൻ പാസ് ചെയ്യാൻ പറയും ബാത്റൂമിൽ പോയിട്ട്. അതിന് ശേഷമാണെന്ന് തോന്നും റൂമിലേക്ക് മാറ്റുന്നത്. അപ്പോഴെനിക്ക് ഡെലിവറിക്ക് യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സി സെക്ഷനൊന്നും അല്ലായിരുന്നു, നോർമൽ ഡെലിവറി ആണ് നടന്നിട്ടുണ്ടായത്. അപ്പം യൂറിൻ ട്യൂബ് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് യൂറിൻ ട്യൂബ് ഇട്ടു. അപ്പം അതെനിക്ക് ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് യൂറിൻ ട്യൂബ് അത്രയും വേദന സഹിച്ചിട്ട് പിന്നെ യൂറിൻ ട്യൂബ് ഇടുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വലിയതായിട്ട് പെയിനും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് നടന്ന് ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതെന്താണെന്നൊക്കെ ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ പറയാം. അപ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ട് യൂറിൻ ട്യൂബ് വഴിയായിരുന്നു യൂറിൻ കളക്ട് ചെയ്തിട്ടുണ്ടായത്. അതങ്ങനെ പെയിനൊന്നുമില്ല. നമ്മൾ ഈ ട്യൂബൊക്കെ ഇടുന്നതും അല്ലാണ്ട് ഡെലിവറിൻ്റെ പെയിനൊന്നും വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. എനിക്ക് അത്ര വലിയ പെയിനായിട്ട് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഓരോരാൾക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. എനിക്കങ്ങനെ വലിയ പെയിൻ ഉണ്ടായതൊന്നും തോന്നിയിട്ടില്ല. നോർമലായിട്ടൊരു ട്യൂബ് ഉള്ളിലേക്ക് കയറ്റി നമ്മളെ യൂറിൻ കളക്ട് ചെയ്യും. അപ്പോൾ അതാണ്, അല്ലാണ്ട് പെയിനും കാര്യങ്ങളും. പിന്നെ നമ്മൾ യൂറിൻ ട്യൂബ് ഇടുന്ന സമയത്ത് നമ്മളായിട്ട് യൂറിൻ ഇങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാഗിലേക്ക് പോകുന്നതിന് പകരം പുറത്തേക്ക് പോയി യൂറിൻ ലീക്കാവും, ബാഗിലേക്ക് പോവില്ല. നമ്മൾ അനങ്ങാതെ കിടന്നാൽ മതി. അല്ലാണ്ട് നമ്മളായിട്ട് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് യൂറിനേറ്റ് ചെയ്യൂലേ, അതുപോലെ നമ്മൾ ഫോഴ്സ് കൊടുത്ത് അങ്ങനെ നമ്മൾ യൂറിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാഗിലോട്ടേക്ക് പോവില്ല, മീൻസ് ട്യൂബിലോട്ടേക്ക് പോവില്ല. അപ്പോൾ അത് നമ്മൾ നോർമലി അനങ്ങാതെ കിടന്നാൽ മതി, യൂറിൻ അതിലേക്ക് ആ ട്യൂബ് വഴി ബാഗിലേക്ക് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ട്യൂബിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, ട്യൂബ് ഇട്ടതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഓരോരാൾക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ PVയിൽ കൊടുത്ത ശ്രദ്ധ ട്യൂബ് ഇടുന്ന സമയത്ത് ലേബർ റൂമൊക്കെ കണ്ട് പേടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ നല്ലോണം സ്ട്രെസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ നല്ലോണം വേദന ഉണ്ടായത്. ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്സൊന്നും ആവാതെ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മൾ കാലിന് നമ്മൾ പ്രഷറൊന്നും കൊടുക്കാതെ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം പെയിൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. പക്ഷെ പോവല്ലേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ. അതുപോലെ ന്യൂ മോംസിനെ എങ്ങനെയാണ് ബ്രസ്റ്റ് പമ്പ് ചെയ്യേണ്ടത്, അതുപോലെ ഫീഡിങ് പില്ലോനെ കുറിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ, അതായത് ബോട്ടിലിൻ്റെ സ്റ്റെറിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ന്യൂ മോംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്ലേലിസ്റ്റിനകത്ത് ഈ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. Thank you.